നമ്മൾ കേരളത്തിന്റെ വടക്കേ അറ്റത്തേക്കാണ് പോകുന്നത്. കാസർഗോഡ് നിന്ന് KV ബൈജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവിടെ കലാശപ്പോര് അങ്ങേയറ്റം ആവേശത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈജുവിനോട് തന്നെ ചോദിക്കാം. ബൈജു, വലിയ രീതിയിലുള്ള ആവേശകരമായ കലാശക്കൊട്ട് പോര് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് നിന്ന്. ഇനിയിപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. സമാധാനപരമായിട്ടാണോ അവിടെ ഈ കൊട്ടിക്കലാശം നടക്കുന്നത്? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? തീർച്ചയായും രേണുക, വളരെ സമാധാനപരമായി തന്നെയാണ് ഈ കൊട്ടിക്കലാശം പോകുന്നത്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ അരമണിക്കൂർ മാത്രം ബാക്കി. 4 ആഴ്ച നീണ്ട വലിയ തോതിലുള്ള പ്രചരണം, അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് ഇനി പോകുന്നു. അതിന് മുന്നോടി ഇനി ഒരു നിശബ്ദ പ്രചരണം, ഒരു ദിവസം മാത്രം. ഇപ്പോൾ ഏറ്റവും അവസാനം അവസാനത്തെ മണിക്കൂറും അവസാനത്തെ സമയവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വലിയ തോതിലുള്ള ആവേശം നമുക്ക് കാണാൻ സാധിച്ചു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ അത് ഗ്രാമങ്ങളിൽ ഒറ്റപ്പെട്ടാണെന്ന് കാണുന്നതെങ്കിൽ നമ്മളിപ്പോൾ പതിവിനും വിപരീതമായി ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങൾ തന്നെ കാണാം, കൃത്യമായി ഈ അവസാന നിമിഷത്തെ വലിയ തോതിൽ ഒരു കൊട്ടിക്കലാശത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ കാണുന്നത് LDF സ്ഥാനാർത്ഥിയാണ്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ LDF സ്ഥാനാർത്ഥി BB രമേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുമായി ബന്ധപ്പെട്ട കൊട്ടിക്കലാശമാണ്. ഇതുപോലെ തന്നെ തൊട്ട് സമീപത്തായി BJPയുടെ കൊട്ടിക്കലാശം ഇപ്പോൾ അല്പസമയമാണ് സംഭവിച്ചത്, കടന്നുപോയത്. അതുപോലെ തന്നെ UDFന്റെയും ഈ തൊട്ട് സമീപത്തുണ്ട്. നമുക്കറിയാം, ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിലാണ്. കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം LDFന് ഭരണം നിലനിർത്തുക എന്നത് അഭിമാന പോരാട്ടമാണ്. അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിലും വലിയ മത്സരമാണ് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നത്. പ്രധാനമായും ഒരു അംഗത്തിന്റെ പിൻബലത്തിലാണ് LDF ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഭരണം കൈയാളുന്നത്. അത് ഏതെങ്കിലും വിധത്തിൽ LDFന് നഷ്ടപ്പെടുകയാണെങ്കിൽ വലിയ നഷ്ടം അത് LDF ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ വലിയ വാർഷിക മത്സരമാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നത്. അത് ജില്ലാ പഞ്ചായത്തായാലും കാഞ്ഞങ്ങാട് നഗരസഭയിലും. ഏതായാലും ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതിലാണ് മുൻതൂക്കം. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇടതിലാണ് മുൻതൂക്കം. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 ഇടതിലാണ്. അതോടൊപ്പം നഗരസഭയാകട്ടെ നീലീശ്വരവും അതുപോലെ തന്നെ കാഞ്ഞങ്ങാടും ഇടതിനോടൊപ്പമാണ്. കാസർഗോഡ് എന്നും മുസ്ലിം ലീഗിനൊപ്പം നിലകൊള്ളുന്ന ഒരു നഗരസഭയാണ്. BJP ആണ് ഇവിടെ 2ാം സ്ഥാനത്തുള്ളത്. എന്തായാലും വലിയ മത്സരം നടക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിലെ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് പരിസരത്തുള്ള തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും വലിയ ഇതിന് സമീപത്ത് തന്നെയാണ് BJPയുടെ കൊട്ടിക്കലാശം നടക്കുന്നത്. ഏതായാലും ക്രമസമാധാന പ്രശ്നം കണക്കിലെടുത്ത് വലിയ തോതിലുള്ള ഒരു നഗര കേന്ദ്രീകൃത വലിയ ഒരു കൊട്ടിക്കലാശമില്ല. ചെറിയ ചെറിയ സംഘങ്ങളായി ഉള്ള ഒരു കൊട്ടിക്കലാശമാണ് ഇവിടെയും കാസർഗോഡും കാണുന്നത്. മറ്റ് ജില്ലകളെ പോലെ തന്നെ ഏത് തരത്തിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന ഒരു കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള കൊട്ടിക്കലാശം അത് ഒഴിവാക്കാൻ ജില്ലാ പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ തോതിലുള്ള ഈ ഒരു കൊട്ടിക്കലാശം അത് പരമാവധി കളറാക്കുക, അത് തന്നെയാണ് ഈ ഒരു ഓരോ മുന്നണിയും ഇതാക്കുന്ന. അത്തരത്തിൽ ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് കാഞ്ഞങ്ങാട് നഗരസഭയിലെ നഗരസഭ ചെയർമാൻ സ്ഥാനാർത്ഥിയാണ് BB രമേശൻ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. മറ്റു നേതാക്കളുണ്ട്. അതോടൊപ്പം സ്ത്രീകളും കുട്ടികളും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ചുവന്ന പതാക ഇന്ത്യ കുട്ടികളെയൊക്കെ കാണാം. ഇതേ സമാനമായി തന്നെ കാസർഗോഡ് നഗരത്തിൽ BJPയുടെ ഒരു കൊട്ടിക്കലാശം നടക്കുന്നത്. എവിടെയും വലിയ സംഘർഷങ്ങളൊന്നുമില്ല. ആ രീതിയിൽ തന്നെയാണ് കൊട്ടിക്കലാശം പ്ലാൻ ചെയ്തിട്ടുള്ളത്. വലിയ തോതിൽ ഒരു കൊട്ടിക്കലാശം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംഘർഷത്തിലേക്ക് നീങ്ങും. അത് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനെ വരെ ബാധിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 38 ഗ്രാമപഞ്ചായത്തുകളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. അതിൽ 19 LDF ആണ് ഭരിക്കുന്നത്. 3 BJP ആണ്. കോൺഗ്രസിനാകട്ടെ 15 UDFന് ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം കൈയാളാൻ സാധിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരംഗത്തിന്റെ മാത്രം മുൻതൂക്കത്തിൽ LDF ഭരിക്കുന്നു. ഇത്തവണ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ആര് ഭരിക്കും? അതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. അത് തന്നെയാണ് വാശിയേറിയ മത്സരം നടക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലവും. അതോടൊപ്പം കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞങ്ങാട് നഗരസഭ ഇത്തവണ LDF തന്നെ ഭരണം നിലനിർത്തുമോ? നീലേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഇടതിന് വലിയ മുൻതൂക്കമുള്ള കയ്യൂർ പോലുള്ള മടിക്കി പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. അത് ഇടതിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും കാഞ്ഞങ്ങാട് നഗരസഭയിൽ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. UDFും അതുപോലെ തന്നെ
ഇഞ്ചോടിഞ്ച് എന്നൊക്കെ പറയാവുന്ന ഒരു നഗരസഭയാണ്. എന്തായാലും വാശിയേറിയ മത്സരത്തിനൊടുവിൽ ഇപ്പോൾ കൊട്ടിക്കലാശം അതിന്റെ ഏതായാലും മിനിറ്റുകൾക്കകം തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം ഇപ്പോൾ അവസാനിക്കും. അതിന്റെ ഒരു മുന്നൊരുക്കം, അതിന്റെ ഒരു തയ്യാറെടുപ്പ് തന്നെയാണുള്ളത്. ഈ നിശബ്ദ പ്രചരണമാണ്. നാളെ പരമാവധി വോട്ടർമാരെ വീടുകളിൽ എത്തി കാണുക. അത് തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും നാളെ എടുക്കാമെന്ന തീരുമാനം. അത് പരമാവധി അവസാനമായി വോട്ടർമാരെ കാണുക. അതിനുശേഷം ഇനി കൃത്യമായി മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഓരോ വോട്ടുകളും കൃത്യമായി ഓരോ വോട്ടുകൾ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകും. അത്തരത്തിൽ പ്രവർത്തകരുടെ വലിയ പേരും വാശിയുമാണ് നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുല്യമായ ആ രീതിയിലുള്ള സാമ്യമുള്ള അത്തരത്തിൽ വാശിയേറിയൊരു മത്സരം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഒന്നും കാണാത്ത രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വ്യത്യസ്തമാക്കുന്നത്. ഏതായാലും എവിടെയും അക്രമ സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് വലിയ ആശ്വാസവും നേടുക. തീർച്ചയായും എന്തായാലും വലിയ ആവേശമാണ്. കാസർഗോഡ് ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ വലിയ ആവേശത്തിൽ അവിടെ കൊട്ടിക്കലാശം പുരോഗമിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പതിവില്ലാത്ത തരത്തിലുള്ള കാഴ്ചകൾ ഇത്തവണ കൊട്ടിക്കലാശത്തിന് കാസർഗോഡ് കാണുന്നു എന്നതാണ് ബൈജു സൂചിപ്പിച്ചത്. അവിടെ നിന്നുമുള്ള കാഴ്ചകളാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള അവസാനവട്ട കൊട്ടിക്കലാശത്തിൻ്റെ ദൃശ്യങ്ങൾ അവിടെ നിന്ന് വരികയാണ്. വളരെ വീറും വാശിയുമേറിയ പ്രചരണ ദിവസങ്ങളാണ് കടന്നുപോയത്. ആ ആവേശം ഇപ്പോഴും കൊട്ടിക്കലാശത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. വീണ്ടും തെക്കോട്ട് വന്നാൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോയതിനു ശേഷം എത്താം. കാസർഗോഡ് നിന്ന് വളരെ വർണ്ണാഭമായ കാഴ്ചകളാണ് വരുന്നത്. ജനാധിപത്യത്തിന്റെ ഉത്സവം ആണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കൊട്ടിക്കലാശത്തിൽ ഉൾപ്പെടെ അതിന്റെ ഒരു ഉത്സവ പ്രതീതി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രായഭേദമന്യേ ലിംഗഭേദമന്യേ ആ ഉത്സവത്തിൽ പങ്കാളികളാകുന്നു. അവിടുത്തെ ഏറ്റവും വർണ്ണാഭമായ കാഴ്ച കാസർഗോഡ് നിന്ന് വരികയാണ്. അതാണ് നമ്മൾ കണ്ടത്. നമുക്ക്